क्या ड्रामा है? पीछे से करो, पीछे से करो ना। धक्का मत मारो, धक्का मत मारो। हाथ तो डाल दी। हेलो 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 നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഗാസിപ്പൂർ അതിർത്തിയിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. തൗഫീഖ് അസ്ലം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തൗഫീഖ്, എന്തെങ്കിലും കാര്യമായ ഡെവലപ്മെന്റ്സ് ഗാസിപ്പൂരിൽ നടക്കുന്നുണ്ടോ? നിഷാദ്, രാഹുൽ ഗാന്ധിയും സംഘവും ഇപ്പോൾ ഗാസിപ്പൂർ അതിർത്തിയിൽ എത്തിയിരിക്കുകയാണ്. പോലീസ് രാഹുലിനെ നിലവിൽ തടയുന്നില്ല. എന്നാൽ രാഹുലിന്റെ വാഹന വ്യൂഹം എത്തിയത് ഉടൻ തന്നെ നിരവധി മാധ്യമ പ്രവർത്തകർ രാഹുലിന്റെ അടുത്തേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. ഇതാണിപ്പോൾ നിലവിൽ രാഹുലിന്റെ വാഹന വ്യൂഹം മെല്ലെയാണ് മുന്നോട്ട് പോകുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് നിലവിൽ ഒരു വാഹനം മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UP അതിർത്തിയിൽ രാഹുൽ ഇപ്പോൾ ഈ വാഹനത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയൊപ്പം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങി 3 ആളുകളാണ് ഈ മുന്നിലുള്ള വാഹനത്തിലുള്ളത്. അതോടൊപ്പം തന്നെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി രാഹുലിനെ തടഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നാൽ പോലീസ് വെച്ചിരിക്കുന്ന ബാരിക്കേഡുകൾക്ക് സമീപത്തെത്തും. ഈ ബാരിക്കേഡുകൾക്ക് സമീപം വെച്ച് രാഹുൽ ഗാന്ധിയെ തടയുമെന്നാണ് നമുക്ക് വിവരങ്ങൾ. രാഹുൽ ഗാന്ധിക്ക് പോകുക എന്നുള്ളത് വലിയ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും രാഹുലിന്റെ വാഹനം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധി ഗാസിപ്പൂർ അതിർത്തിയിൽ എത്തിയിരിക്കുകയാണ്. ഗാസിപ്പൂരിൽ നിലവിൽ പോലീസ് അദ്ദേഹത്തെ തടഞ്ഞിട്ടില്ല, പക്ഷേ തടയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു. മാധ്യമ പ്രവർത്തകർ, ഒപ്പം തന്നെ വലിയ ട്രാഫിക് ഉള്ളതുകൊണ്ട് രാഹുലിന്റെ വാഹനം പതിയെയാണ് നീങ്ങുന്നത്. മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പ്രതികരണം നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. സംഭലിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹത്തെ ഗാസിപ്പൂരിൽ വെച്ച് ഉത്തർപ്രദേശ് പോലീസ് തടയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കും? അദ്ദേഹം എങ്ങനെയായിരിക്കും അവരോട് പ്രതികരിക്കുക? അദ്ദേഹം ഗാസിപ്പൂരിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുമോ എന്നറിയണം. അതോ അദ്ദേഹം മടങ്ങിപ്പോകുമോ? എന്തായാലും രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശിലെ സംഭാലിന്റെ സമീപ പ്രദേശങ്ങളിൽ പോലും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു യോഗി ഭരണകൂടം. സംഭലിലെ ജില്ലാ മജിസ്ട്രേറ്റ് അവിടെ കടന്നേക്കരുത് എന്ന് മാത്രമല്ല, അതിന് ചുറ്റുമുള്ള ജില്ലകളിൽ പോലും അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം അതത് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നൽകുക കൂടി ചെയ്തിരിക്കുകയാണ്. സംഭലിലേക്ക് പോകുന്ന രാഹുൽ ഗാന്ധിക്ക് ഹാത്രസിലെയും ഉന്നാവിലെയും പോലെയുള്ള മടങ്ങിപ്പോക്ക് വേണ്ടിവരുമോ? അതോ അദ്ദേഹം അവിടെ മുന്നോട്ട് പോകാൻ തയ്യാറാകുമോ? അങ്ങനെയെങ്കിൽ പോലീസ് എങ്ങനെയായിരിക്കും തടയുക? പഴയ രാഹുൽ ഗാന്ധിയല്ല ഈ രാഹുൽ ഗാന്ധി. അദ്ദേഹം ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവാണ്, കേവലം ഒരു MP അല്ല. അതുകൊണ്ട് ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളെ കൈകാര്യം ചെയ്യുന്നതിന് പോലീസിനും ഉണ്ടാകും പരിമിതി എന്നത് പ്രത്യേകമായി കാണേണ്ട കാര്യമാണ്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മറ്റ് 540 MP-മാരെ പോലെ ഒരു MP മാത്രമായിരുന്നുവെങ്കിൽ ഇത്തവണ അദ്ദേഹം ക്യാബിനറ്റ് റാങ്കിലുള്ള സവിശേഷമായ സുരക്ഷയുള്ള പ്രത്യേകമായ വിശിഷ്ട പദവിയുള്ള പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ ഒരാളെ പോലീസിന് സാധാരണ നിലയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം പോലും അവിടെ ഉണ്ട്. രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം മുന്നോട്ട് പോവുകയാണ്. ധനസുമോദ് നമ്മുടെ കൂടെ ഉണ്ട്. ധനസുമോദ്, നിങ്ങളിപ്പോ രാഹുൽ ഗാന്ധിയുടെ കൂടെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട്? പോലീസ് തടയുന്നതിന്റെ തൊട്ടടുത്ത് ചെന്നോ? ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ നേരത്തെ അതിർത്തിയിൽ തന്നെ, ഇപ്പോൾ ഡൽഹിയിലെ അതിർത്തിയായ കിഴക്കൻ ഡൽഹിയിൽ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി നിരവധി പ്രവർത്തകരായിരുന്നു ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. അവരുടെ ഒരു അഭിവാദ്യം അർപ്പിച്ച് അവർ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല അതിർത്തി ജില്ലകളിലെ അതായത് UP അതിർത്തിയായ മഥുര തുടങ്ങിയ ജില്ലകളിലെ പ്രവർത്തകർ ഇതിനകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഒരു അഭിവാദ്യം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അത് കിഴക്കൻ ഡൽഹിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി വന്നത്. രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. ഇപ്പോൾ പോലീസും പ്രവർത്തകരും ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്ര തടഞ്ഞിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ശരി ധനസുമോദ്, ഞാൻ ഗാസിപ്പൂരിലേക്ക് പോട്ടെ. ഗാസിപ്പൂർ ബോർഡറിലുള്ളത് തൗഫീഖ് അസ്ലമാണ്. തൗഫീഖ്, ബോർഡറിൽ യാത്ര തടഞ്ഞോ? നിഷാദ്, അതിർത്തികളിൽ പോലീസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി
വെച്ചിരിക്കുന്ന ബാരിക്കേഡുകൾക്ക് മുന്നിൽ കുറച്ചു ദൂരമാണ് രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. നിരവധി മാധ്യമപ്രവർത്തകരുമുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പോഴും ആ വാഹനത്തിനകത്ത് തന്നെ ഇരിക്കുകയാണ്. രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ KC വേണുഗോപാലുമുണ്ട്. രാഹുൽ ഗാന്ധി വാഹനത്തിൽ നിന്ന് ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. നിലവിൽ അദ്ദേഹം 2 തവണ അദ്ദേഹത്തിന് വാഹനത്തിന്റെ ആ ഡോർ തുറന്നിരുന്നു പുറത്തിറങ്ങാനായിട്ട്. എന്നാൽ വലിയ രീതിയിലുള്ള പ്രവർത്തകർ തടിച്ചുകൂടിയതിനെ തുടർന്ന് ഡോർ വീണ്ടും അടക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് നടക്കുമോ, ഈ പുറത്തിറങ്ങി നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. പോലീസ് ഉണ്ടായാലും രാഹുലിനെ നിലവിൽ തടഞ്ഞിട്ടില്ല. പോലീസ് ഒരു 100 മീറ്റർ അകലെയാണ് ആ പോലീസ് നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് UP പോലീസ് ഇതുവരെയും എത്തിയിട്ടില്ല. പകരം രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരുമാണ് നിലവിൽ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിൽ സമീപത്തായിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രയധികം പോലീസിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞയുള്ളതിനാൽ രാഹുൽ ഗാന്ധിയെ വിടരുതെന്ന നിർദ്ദേശം സർക്കാർ നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി ഇവിടെ തന്നെ തടയുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ UP പോലീസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു നടപടിയിലേക്ക് എത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ ഈ വാഹനം പ്രവർത്തകർ വലിയ രീതിയിൽ തടിച്ചുകൂടിയത് കൊണ്ട് ഇവിടെ നിലവിൽ ബ്ലോക്കായി നിൽക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതേസമയം ആ പോലീസ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ മുന്നിലുള്ള രാഹുൽ ഗാന്ധിക്കൊപ്പം വന്ന ചില വാഹനങ്ങൾ ഈ ബാരിക്കേഡിന് സമീപം തടഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. നിഷാദ്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ 3 ആളുകളാണ് ഒരു വണ്ടിയിൽ ഒരുമിച്ചുള്ളത്. ഈ വണ്ടിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം രാഹുലിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ട്. നിലവിൽ രാഹുൽ ഗാന്ധിയെ മുന്നോട്ട് രാഹുൽ ഗാന്ധിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. വലിയ ഗതാഗത കുരുക്കുണ്ട്. നിരവധി പ്രവർത്തകരുടെ വാഹനങ്ങളുണ്ട്, ഒപ്പം പോലീസിന്റെ വാഹനങ്ങളുണ്ട്. ഈ വാഹനമെല്ലാം കിടക്കുന്നതിനാൽ രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ട് പോകാൻ നിലവിൽ സാധിക്കുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് ആശംസകൾ അറിയിക്കേണ്ട നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. രാഹുലിന്റെ വാഹനം